വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തിങ്സ് ടു ഡു ബിഫോർ ക്ലാസ് സ്റ്റാർട്ട്സ്. ഈ 2 മാസം അടിച്ചു പൊളിച്ചില്ലേ, ഇനി പ്രൊഡക്റ്റീവ് ആവാനുള്ള ടൈമായി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് പഴയ പടിയാക്കുക. ഈ 2 മാസമായിട്ട് നമ്മൾ എല്ലാവരും തോന്നിയ പോലെ എണീക്കുക, തോന്നിയ പോലെ ഉറങ്ങുക. ഇതാണല്ലോ സ്ഥിരം റൂട്ടീൻ. 12 മണി 1 മണി 2 മണി വരെയൊക്കെ സിനിമ കാണാൻ നമുക്ക് ഒരു മടിയില്ല. കാര്യങ്ങൾ പോക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാം. സോ ആ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫിലിംസ് ഒക്കെ കാണുന്നതിന് മുന്നേ ഉറങ്ങാനുള്ള അലാറം വെക്കുക എന്നുള്ളതാണ്. മാക്സിമം 3 അലാം, അതിന് കൂടുതൽ പോകരുത്. ആ 3ാമത്തെ അലാം അടിക്കുമ്പോഴേക്കും ഫോണൊക്കെ ഓഫ് ആക്കിയിട്ട് ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിരിക്കണം. ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല, ഉണരാനും വേണ്ടിയിട്ട് ഇതുപോലെ അലാംസ് സെറ്റ് ചെയ്യണം. ആക്ച്വലി ഇതൊക്കെ ഒരാഴ്ച മുന്നേ തുടങ്ങേണ്ട ശീലമാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിന് മുന്നേ തുടങ്ങിയിരിക്കുക. നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അടുത്ത് ഈ അലാം കൊണ്ടുവെക്കുക. ആദ്യത്തെ അലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്, രണ്ടാമത്തത് ഒരു വാണിംഗ് ആണ്, മൂന്നാമത്തെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടവും വലം നോക്കരുത്, ഓഫാക്കുക, കിടന്നുറങ്ങുക. നമ്മുടെ ലൈഫിന്റെ ഒരു പില്ലറാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോണില്ല. അല്ല, നിങ്ങൾ എന്നെ ഒന്ന് അലിച്ചു നോക്ക്, ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയിട്ട് ഉറക്കം നോക്കണത്, അതിന്റെ കൂടെ മഴയും ഉഷാറാവും. ഈ എണീക്കാൻ ലേറ്റ് ആവണോണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ മൊത്തത്തിൽ ലേറ്റ് ആവണത്. പിന്നെ പാരന്റ്സിന്റെ അടുത്തുള്ള ചീത്തവിളിയായി, വെള്ളം കോരിയൊക്കെയായി, എന്തിനാ വെറുതെ അതിനൊക്കെ നിൽക്കണത്. അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ ഈ ഒരു ശീലങ്ങളൊക്കെ തുടങ്ങാം. എഴുന്നേറ്റിട്ട് വെറുതെ അങ്ങോട്ട് പോകലല്ല, ആ കിടന്നതൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു എക്സസൈസും കൂടി ആവും. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മുടെ ലൈഫ് ഡീക്ലട്ടർ ചെയ്യാന്നുള്ളത്. ഇങ്ങനെ ഒരു ടേബിളിന് മുകളിൽ ഇരുന്നിട്ട് ഒരിക്കലും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മുന്നിലിരിക്കുമ്പോൾ അതിനൊക്കെ ഒന്ന് തൊട്ട് തലോടി പൊടി തെറ്റി അങ്ങനെ ഈ സമയം വെറുതെ കളയും. അതുകൊണ്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു മിനിമൽ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഡീക്ലട്ടറിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റഡി സ്പേസ് മാത്രമല്ല, നമ്മുടെ ബുക്ക് ഷെൽഫും ഡ്രോയേഴ്സും റൂമും എല്ലാം ഡീക്ലട്ടർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആവശ്യമില്ലാത്തതിനൊക്കെ പുറത്തെറിയുക എന്നുള്ളതാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഇത്ര അധികം പെന്നുള്ള കാര്യം. ഒന്നും ഞാൻ വാങ്ങിയതല്ല, ഒക്കെ എനിക്ക് കൊളാബറേഷൻ കിട്ടിയതാ. എനിവേസ്, ആദ്യം ഞാൻ ഈ പെൻ ഹോൾഡേഴ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്. ഇനി നമുക്ക് ഇപ്പം ഉണ്ടായിരുന്ന ടേബിളിന്റെ ലുക്ക് ഒന്ന് മാറ്റാം. ഇതിന്റെ ടേബിളിന്റെ മുകളിൽ ഒരു റാക്കും അതിന്റെ ചുറ്റിൽ 2 ക്രേറ്റ് ബോക്സസ് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവന്മാരാണ് ഈ ടേബിളിന്റെ സ്പേസ് മൊത്തത്തിൽ കളയണത്. ക്രേറ്റ് ബോക്സിന്റെ കാര്യം പിന്നെ പറയാതിരിക്കാണ് നല്ലത്. അതിൽ ഫുള്ള് ജേണൽ സപ്ലൈസ് ആണ്. വെറുതെ ഇരിക്കുമ്പോഴൊന്നും എനിക്ക് ജേണൽ ചെയ്യാനുള്ള മൂഡേ ഉണ്ടാവില്ല. പക്ഷേ എക്സാം ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നും ജേണൽ ചെയ്യണം. അതിങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് പ്രശ്നം. അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി. ഇതാണ് ഇപ്പോഴത്തെ ടേബിളിന്റെ ഫൈനൽ ലുക്ക്. ഇനി സ്പേസും ഷെൽഫും ഒക്കെ ഡീക്ലട്ടർ ചെയ്യണ പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫോൺ ഡീക്ലട്ടർ ചെയ്യാന്നുള്ളത്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിലത്തെ ഒരുപാട് നോട്ട്സും PDF സ്ക്രീൻഷോട്ടും ഇഷ്ടം പോലെ ഉണ്ടാവൂലേ, അതിന്റെ ഇരട്ടി അടുത്ത അക്കാഡമിക് ഇയറിൽ വരാൻ പോണതേ ഉള്ളൂ. അങ്ങനെ ആ നോട്ട്സ് ഒക്കെ വരുന്നതിന് മുന്നേറ്റ് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. നോട്ട് ദ പോയിന്റ്, ആവശ്യമില്ലാത്തത് എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണതാണ് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കുറേ പേരുടെ വിചാരമാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഗോൾസ് എന്ന്. ആഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഗോൾസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറയാണ് എനിക്കൊരു സ്മോൾ ബിസിനസ് തുടങ്ങണമെന്ന്, അത് നമ്മുടെ ആഗ്രഹമാണ്. ഈ വർഷം ഡിസംബറോട് കൂടി എനിക്കൊരു സ്റ്റേഷനറീസിന്റെ സ്മോൾ ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഗോൾ. സ്മാർട്ട് ടെക്നിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. അറിയാത്തവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സ്മാർട്ട് ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, അസൈൻമെന്റ്സ് ഒക്കെ ഡെഡ്ലൈൻ്റെ 24 hours മുന്നേ കംപ്ലീറ്റ് ചെയ്യണം. പഠിപ്പിക്കുന്നതൊക്കെ ഡെയിലി റീകോൾ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിനെടുത്തിട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. വെറുതെ ഒട്ടിച്ചു വെച്ചാൽ മാത്രം പോരാ, ഡെയിലി അതൊന്ന് വായിച്ചു വെക്കാൻ വേണം. ഇനി നെക്സ്റ്റ്, നിങ്ങളെല്ലാവരും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതായിരിക്കണം. ഒരു ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതിയത് വാങ്ങാതിരിക്കില്ല. നോട്ട് ബുക്സോ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും ഇതുവരെ ഷോപ്പ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഷോപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഷോപ്പിങ്ങിന് മുമ്പ് ഇത് എടുക്കാണ്ട് പോരുതിട്ടാ. ഇങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലുള്ള തിക്കും തിരക്കില്ലേ, അതിനൊക്കെ ഒഴിവാക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓവർ സ്പെൻഡും ചെയ്യില്ല. ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് മേടിക്കുമ്പോൾ അൺനെസറി ആയിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. വേണ്ടതൊക്കെ മേടിച്ചു എന്ന് അറിയുമ്പോൾ ആ ഒരു ആങ്സൈറ്റി മാറി കിട്ടും.
അടുത്തത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്ലാസ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമെങ്കിലും നമ്മുടെ പെൻസിൽ കേസും ബാഗ് പാക്സ് ഒക്കെ ഒതുക്കി വെക്കുക. യൂഷ്വലി നമുക്ക് പുതിയ പെൻസിൽ കേസും ബാഗൊക്കെ മേടിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കാനുള്ള ഒരു ത്വര വരിക. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും ലാസ്റ്റ് ഇയറിലത്തെ പെൻസിൽ കേസും ബാഗൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഈ ഒരു ത്വര അങ്ങനെ അങ്ങോട്ട് വരണമെന്നില്ല. നാളെ ഇപ്പം എന്തായാലും ക്ലാസ്സിൽ പോകണല്ലോ, അപ്പോൾ പിന്നെ അതിന്റെ തൊട്ട് മുന്നായിട്ട് അങ്ങോട്ട് ചെയ്യാന്നായിരിക്കും കുറെ പേര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ബട്ട് മാർക്ക് മൈ വേർഡ്സ്, ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ലേറ്റ് ആവും. ലാസ്റ്റ് മിനിറ്റ് പിന്നെ ഒരു തിക്കും തിരക്കും ബഹളമായിരിക്കും. ആ തിക്കും തിരക്കും ബഹളം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക. ഈ പെൻസിൽ, സ്കെയിൽ, റബ്ബർ, ഇതിന് പുറമെ എസെൻഷ്യൽസ് ആയിട്ടുള്ള സ്റ്റാപ്ലർ, സിസർ, ഗ്ലൂ ഇതെല്ലാം പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് അക്കാഡമിക് ഇയറിലത്തെ ബാഗും പെൻസിൽ കേസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒരു വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് തുടക്കാം. ആൻഡ് അതിന് സിബിനൊക്കെ വല്ല സാങ്കേതിക തകരാറുകളുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സിബിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് ശരിയാക്കിക്കുക. എവിടെയെങ്കിലും ചെറിയ കീറലോ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ തുന്നി വെക്കുക. ഇനി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഇപ്പം എന്തായാലും മഴക്കാലമാണല്ലോ, എത്ര കുടന്റെ ചോട്ടിൽ നടന്നു കഴിഞ്ഞാലും ബാഗ് നനയും. സോ ബാഗിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബുക്സും പെൻസിൽ കേസൊക്കെ വെക്കുക. ആൻഡ് ലഞ്ച് ബോക്സ് വെക്കാനും എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മൾ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നതാണ്. അതായത് ക്ലാസ്സിൽ പോണതിന്റെ അന്ന് രാവിലെ കൊണ്ടുപോയിട്ട് അയൺ ചെയ്യണത്. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവാനുള്ള അടുത്തൊരു റീസൺ ആണ് ഇത്. ആദ്യം തിരക്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. സോ ആ ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ എന്താണ് യൂണിഫോമിന് പകരം എത്തിനിക്ക് വേറെ അയൺ ചെയ്യണത്. എനിക്ക് യൂണിഫോം ഇല്ല ഗൈസ്, യൂണിഫോം ഇല്ലാന്നല്ല, ഒരു വൈറ്റ് ആപ്രോൺ ആണ് ഞങ്ങളുടെ യൂണിഫോം. എനിവേസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അയൺ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ പാരൻസിനോട് പറയാം തലേ ദിവസം തന്നെ അയൺ ചെയ്ത് തരാൻ. അപ്പോൾ അവർ പറയും വേണ്ട മോളെ നാളെ രാവിലെ ചെയ്തു തരാമെന്ന്. പക്ഷെ നമ്മളെക്കാൾ തിരക്ക് അവർക്കായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇനി അടുത്തത് എല്ലാവരും എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റഡി റൂട്ടീൻ എഴുതി വെച്ചിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യുക. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും രാവിലെ ഇന്ന സമയത്ത് എണീക്കണം, രാവിലെ ഇന്ന സമയത്ത് പഠിക്കണം, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇത്ര നേരം റെസ്റ്റ് എടുക്കണം, ഇത്ര നേരം കഴിഞ്ഞിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ എടുത്തിട്ട് പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊക്കാസ്റ്റിനേഷനൊക്കെ മാറ്റാൻ ഇങ്ങനെ ചെയ്യേണ്ടത് നല്ലതാണ്. നോട്ട് ദ പോയിന്റ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റഡി റൂട്ടീൻസ് ഒന്നും എഴുതി വെക്കരുത്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പിന്നെ പഠിക്കാൻ തോന്നൂല. അതുകൊണ്ട് റെഗുലർ ഇന്റർവെല്ലിൽ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി റൂട്ടീൻ നിങ്ങൾക്ക് തന്നെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ സിലബസ് എടുത്ത് വായിച്ചു വെക്കുക എന്നുള്ളത്. ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിലബസ് എവിടെ കിട്ടുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, അവരുടെ കയ്യിൽ ഉണ്ടാവും. ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകണത് എന്നുള്ളൊരു ഐഡിയ കിട്ടാനും, നമ്മൾ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാനും, എവിടെയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പഠിക്കേണ്ടതെന്ന് അറിയാനും, എക്സാമിന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ അറിയാനും ഇങ്ങനെ സിലബസ് എടുത്ത് വായിച്ചു നോക്കണത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസെങ്കിലും നിങ്ങൾ നിർത്തുന്നു വായിച്ചു നോക്കണം. എന്തൊക്കെ പഠിപ്പിച്ചു, എന്തൊക്കെ ഇനി പഠിപ്പിക്കാണ്ട് എന്നൊക്കെ അറിയാലോ. ഇനി അടുത്തത് ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചില കുട്ടികൾ നോട്ട്ബുക്സിലല്ല നോട്ട്സ് എഴുതാറ്, പകരം ഇതുപോലെ A4 ഷീറ്റ്സിലായിരിക്കും എഴുതുണ്ടാവുക. അല്ലെങ്കിൽ ഈ ചിലവർ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാണ്ട് ബുക്ക് പ്രിന്റ് എടുത്ത് പഠിക്കുന്നവരുണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ പേപ്പേഴ്സും ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊന്നൊക്കെ ഒരു പേജ് മിസ്സായാൽ പോലും നമ്മൾ അറിയൂല. സോ ഇതുപോലെ പേപ്പേഴ്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ ഫയൽസ് മേടിച്ച് വെക്കുക. ഇനിയിപ്പോൾ നോട്ട്ബുക്സിലാണ് നിങ്ങൾ നോട്ട്സ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും മസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് നോട്ട്ബുക്ക് തന്നെ മേടിക്കുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ റഫ് ബുക്ക് കൂടി വെക്കാൻ മറക്കണം. സെയിം സബ്ജക്റ്റ് തന്നെ വേറെ വേറെ ടീച്ചേഴ്സ് എടുക്കാന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് തന്നെ വെക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നെക്സ്റ്റ് എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യമാണ് പഴയ സ്റ്റേഷനറീസ് ഒക്കെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആക്ച്വലി നമ്മളിത് ഷോപ്പിംഗ് ചെയ്യണതിന്റെ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ കാറ്റ് പോകാനെ നമുക്ക് ഒഴിവാക്കിയിട്ട് പുതിയത് മേടിക്കാമല്ലോ. എല്ലാ വർഷവും ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. ആ പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചൂടെ. എസ്പെഷ്യലി സ്കെച്ച് പെൻസ്, മാർക്കേഴ്സ്, സ്കെയിൽ എന്നൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. നമ്മളിതൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ കൊണ്ടിട്ട് മണ്ണൊക്കെ വലിച്ചെറിയും. നമ്മൾ കാരണം വെറുതെ ഒരു പൊല്യൂഷന്റെ സാധ്യത ഉണ്ടാക്കണ്ടല്ലോ. പറഞ്ഞു വന്നത് കയ്യിലുള്ളതൊക്കെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റീയൂസ് ചെയ്യാം.
സോ സമ്മർ വെക്കേഷനിൽ നമുക്ക് ഒരുപാട് ഗുഡ് ആൻഡ് ബാഡ് മെമ്മറീസ് ഉണ്ടായിരിക്കും. നോട്ട് ദ പോയിന്റ്, നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സമ്മർ വെക്കേഷനൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഒരു 10-25 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്കേഷൻ മെമ്മറി ജേർണലിംഗ് ചെയ്യാം. സോ നിങ്ങൾ April 1 മുതലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആലോചിക്കുക, എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ മൊത്തത്തിൽ അങ്ങനെ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഓരോ ഇൻസിഡന്റ് ആയിട്ട് എഴുതി വെക്കുക. ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ജേർണലിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈറ്റിംഗ് സ്കിൽസ് മാത്രമല്ല നമ്മുടെ മെമ്മറി പവറിനെ കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സമ്മർ വെക്കേഷനിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മെമ്മറി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു രസമല്ലേ? സോ ഇത്രയൊക്കെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കുറച്ച് ബോറടിപ്പിച്ചു എന്നറിയാം, എന്നാലും വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടത് എന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.